പഠിച്ച് എപ്പോഴാണോ മുഷിപ്പ് വരുന്നത് അപ്പൊ നിർത്തുക. പരീക്ഷയാണ്, അതുകൊണ്ട് കുത്തിയിരുന്ന് വായിക്കരുത്. കാരണം മുഷിപ്പ് വരുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ കോടിക്കണക്കിനായ ന്യൂറോണുകളുടെ പോളറൈസേഷനിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ ബലപൂർവകം പഠിക്കരുത്. കുറച്ച് പച്ചപ്പൊക്കെ കണ്ട് നടക്കുക, കുറച്ച് പച്ചവെള്ളം കുടിക്കുക, പൂക്കള് ചെടികളൊക്കെ ഒന്ന് കാണുക, രണ്ട് കുശലം അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ആരോടെങ്കിലൊക്കെ പറയുക, എന്നിട്ട് വീണ്ടും പോയി പഠിക്കുക. അങ്ങനെ ചെയ്തു നോക്കൂ. പിന്നെ നമുക്ക് എന്തിനാ താല്പര്യം, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ താല്പര്യം അല്ലെങ്കിൽ ഉറക്കം വരും. നാളൊരു കുട്ടി പറഞ്ഞു, സ്വാമി ഒന്നും ഓർമ്മയിൽ നിൽക്കണില്ല സ്വാമി, എന്താ ചെയ്യാ ഞാൻ ചോദിച്ചു, നീ ഇപ്പൊ അവസാനം കണ്ട സിനിമ ഏതാ? പേര് പറഞ്ഞു. അതിൽ ആരാ മുഖ്യ നായകവേഷം? എന്നാളാ. എന്തൊക്കെയാ അതിന്റെ കഥകളൊന്ന് പറഞ്ഞു തരൂ. ആ കുട്ടി മുഴുവൻ കഥയും പറഞ്ഞു തന്നു. അപ്പൊ നിനക്ക് മറവിയുടെ പ്രശ്നമില്ല. മറവി എന്ന് പറഞ്ഞൊരു പ്രശ്നം നിനക്കില്ല. നീ പഠിക്കണ വിഷയം മറക്കണത് അത് താല്പര്യം ഇല്ലാത്തോണ്ടാ. അപ്പൊ അച്ഛന്റെയോ അമ്മയുടെയോ നിർബന്ധത്തിന് വഴങ്ങി നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കാൻ പോവരുത്. അവനവൻ ഇഷ്ടമുള്ള വിഷയം വേണം പഠിക്കാൻ പോവുക. ഇഷ്ടമുള്ള വിഷയം പഠിക്കുമ്പോൾ ആനന്ദമായിരിക്കും. ആനന്ദം, ഉറങ്ങൊന്നുമില്ല. പിന്നെ ഉറക്കം വരുന്നുണ്ടോ, നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കാണിക്കുക. പ്രത്യേകിച്ച് വൈറ്റമിൻസ് നോക്കണം, ഏറ്റക്കുറവുകളൊക്കെ വന്നിട്ടുണ്ടോ നോക്കണം. എന്നിട്ട് അതിന് ചികിത്സ ചെയ്യണം. ഇപ്പോൾ ഉറക്കം തീരെ ഇല്ല അല്ലെങ്കിൽ ഉറക്കം വളരെ കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഉറക്കം കൂടും ചിലർക്ക്. വൈറ്റമിൻ ഡി വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പഠിച്ചാൽ മനസ്സിലാവില്ല, പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, വികാരങ്ങളൊക്കെ കൂടുതൽ വരും, കൺട്രോൾ ഉണ്ടാവില്ല വൈറ്റമിൻ ഡി കുറഞ്ഞാൽ. അപ്പൊ നിർബന്ധമായിട്ട് അതൊക്കെ ഒന്ന് നോക്കണം.